Hello, Ankita. Hello. Ankita left the meeting. Ankita. Hello. Hello, Miss. Ankita, please turn on the camera. What? You on. Okay, good. The camera working. Okay. Yes. Good evening. Good evening and welcome Good to evening, 90 ma'am. Yes. Good evening and welcome to 90 plus double power tuition, the world's first learning assurance model. So as before getting into the session, let me just tell you a few things about the double power model. So in double power model, you can initially you'll be having a concept oriented session which is followed by a workout session. So what are all the topics that we are discussing in the concept session? You will be having questions based on that on the workout session, so that like we will make ensure that the learning process has been completed and you people are able to solve when it apply the concept when it comes to questions. So telling about this particular chapter, we are already done with the day one concept, day one workout, day two concept of the chapter, and here we are in the day two workout of the chapter. Hope you have went through the formulas and then you are ready for attending today's workout session, and only you have joined, maybe they'll join. Okay, let's see anyway. So yes, let me ask you a few things, like we can have a quick recap on the chapter. Okay, Ankita, എവിടെയായിരുന്നു place before that? Rani. Hmm? Rani. റാന്നി, ഞാൻ പെട്ടെന്ന് ഇറാന്ന കേട്ടെ. ഓക്കെ, റാന്നിയിലല്ലായിരുന്നോ പ്രശ്നമൊക്കെ ഉണ്ടായത്? ഇയാളാണ് അന്ന് എന്റെ അടുത്ത് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അതെ. അന്ന് എനിക്ക് ക്യാമറ ഓൺ ആക്കാൻ പറ്റിയില്ലായിരുന്നു, അപ്പൊ ഞാൻ മിസ്സിനോട് പറഞ്ഞായിരുന്നു. ഓക്കെ. എനിക്ക് എന്താന്ന് വെച്ചാ നിങ്ങളുടെ ഈ ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു ഒരു 6-8 പേരെങ്ങാണ്ടാണ് ഉള്ളത്. ഇതില് ആകപ്പാടെ ക്യാമറയും മൈക്കും വർക്കിംഗ് ആയിട്ടുള്ള ഇന്നലെ ഒരു കുട്ടി, പുതിയത് കയറിയ ഒരു കുട്ടിയും, പിന്നെ അതിന്റെ മുന്നേ ജൈറ ഫാത്തിമ എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി. ഈ കീർത്തന എന്ന് പറഞ്ഞ ആളുടെ ക്യാമറ ഓൺ ആയിരുന്നു, പക്ഷെ അത് ഓൺ ആൻഡ് ഓഫ് ആണ്, എപ്പോഴും ഓൺ ആയിരിക്കത്തില്ല. അപ്പൊ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പേഴ്സണലി. ഞാനിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ വല്ല റേഡിയോ പോലെ ഞാൻ ഓഡിയൻസ് ഒന്നും ഇല്ലാതെ ചുമ്മാ എന്തോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും മസ്റ്റ് ആയിട്ട് ക്യാമറയുടെ ഇഷ്യൂ റെക്ടിഫൈ ചെയ്ത് കയറണമെന്ന് പറഞ്ഞിരുന്നത്. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. നമുക്ക് ക്വിക്ക് ആയിട്ടൊന്ന് റീക്യാപ്പ് പോവാം, അതായത് ഫോർമുലാസ് ഒക്കെ ഒന്ന് പറയാം, എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. സോ ഫസ്റ്റ് നമുക്ക് ക്യൂബിന്റെ കേസ് ഡിസ്കസ് ചെയ്യുമ്പോൾ, ഒരു ക്യൂബിന്റെ കേർഡ് സർഫസ് ഏരിയ എന്തുവാ അങ്കിത? ക്യൂബിന്റെ കർവ്ഡ് സർഫസ് ഏരിയ ആണോ? ലാറ്ററൽ സർഫസ് ഏരിയ ഇല്ലേ? ലാറ്ററൽ സർഫസ് ഏരിയ, കേർഡ് സർഫസ് ഏരിയ, ലാറ്ററൽ സർഫസ് ഏരിയ പറഞ്ഞോ. 4a². ഓക്കെ, ടോട്ടൽ സർഫസ് ഏരിയ 4a². 6a². വോളിയം ഇയാളുടെ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്ക് ആവുന്നുണ്ട് കേട്ടോ, എനിക്ക് വോയിസും ഗ്ലിച്ച് ഉണ്ട്. അൽഫോൺസ് തോമസ് ഹാസ് ഓൾസോ ജോയിൻഡ്. അൽഫോൺസ് തോമസ് ക്യാമറയുടെ ഇഷ്യൂ റെക്ടിഫൈ ചെയ്തായിരുന്നോ? അങ്കിതയ്ക്ക് കേൾക്കുന്നില്ലേ? അങ്കിത പോയോ? ഹലോ മിസ്. അങ്കിതയ്ക്ക് എന്താണ് ഇടയ്ക്കിടയ്ക്ക് ഒരു ഗ്ലിച്ച് ഉണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ആൻഡ് ഓഡിയോ സ്റ്റക്ക് ആവുന്നു. നെറ്റിന്റെ കുഴപ്പമുണ്ട്. നെറ്റിന്റെ കുഴപ്പമാണ്. ഓക്കെ, സോ നമ്മള് ഓക്കെ, എ ക്യൂബ് ആണ് വോളിയം. ഇനി ക്യൂബോയിഡ്. അൽഫോൺസ് ക്യാമറ ഓൺ ചെയ്ത് മൈക്ക് ഓൺ ചെയ്തേ. അൽഫോൺസ് പറഞ്ഞോ. ഒരു ക്യൂബോയിഡിന്റെ ടോട്ടൽ സർഫസ് ഏരിയയുടെ ഫോർമുല എന്തുവാ പറഞ്ഞോ. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് L B യോ? ഇത്രയും ദിവസം ക്ലാസ്സിൽ ഇരുന്നിട്ട് അതാണോ പഠിച്ചത്? ഒന്നും പഠിച്ചിട്ടില്ലല്ലോ. പറഞ്ഞേ. 2 × LB + BH + LH ആണ്. അൽഫോൻസെ, നാളേക്ക് ഒരു 10 തൊട്ട് എഴുതിയിട്ട് വന്നോ. ക്ലാസ് ടീച്ചറിന് അയച്ചാൽ മതി കേട്ടോ, ഞാൻ മാമിനോട് പറയാം. 10 തൊട്ട് എഴുതിക്കോ.
ഓക്കെ, ബാക്കി ഇനി എത്ര എഴുതണം എന്ന് നമുക്കിപ്പോ നോക്കാം. അതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയയുടെ ഫോർമുല പറഞ്ഞേ. ക്യൂബോയിഡിന്റെ എന്താ ഫോർമുല? അത് എഴുതണോ? 2h into L plus B. സൈറ ഫാത്തിമ മൈക്കോ ആൻഡ് ക്യാമറ ഓൺ ചെയ്തേ. സൈറ ഫാത്തിമ. എനിക്ക് ക്യാമറ ഓണാക്കാൻ പറ്റുന്നില്ല, നെറ്റിന്റെ ഇത് വരുന്നു. നെറ്റിന്റെ അത് കാരണം കൊണ്ടോ? ഇതിപ്പോ ഒന്ന് വരുമ്പോ ഒന്ന് പോവാണല്ലോ. എങ്കിലും ഇന്ന് കഷ്ടിച്ച് ക്യാമറ ഓൺ ചെയ്ത ദിവസം സൈറ ഫാത്തിമയുടെ ക്യാമറ പോയി. ഓക്കെ, എന്താണ് വോളിയം ഓഫ് ദ ക്യൂബോയിഡിന്റെ ഫോർമുല? പെട്ടെന്ന് പറഞ്ഞേ. L into B into H. ഓക്കെ, എന്താണ് സിലിണ്ടറിന്റെ കർവ്ഡ് സർഫസ് ഏരിയ? 2 pi RH. വോളിയം Pi R square H. ഓക്കെ, അതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ 2 pi R into H plus R. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നമുക്ക് ഏത് പറയാം? കോണിന്റെ കർവ്ഡ് സർഫസ് ഏരിയ Pi R. ടോട്ടൽ സർഫസ് ഏരിയ Pi R into L plus R. ഓക്കെ, വോളിയം 1/3 pi R square H. ഓക്കെ, ഒരു ഹെമിസ്ഫിയറിന്റെ കർവ്ഡ് സർഫസ് ഏരിയ 2 pi R square. 2 pi R square. 2/3 pi r cube. വോളിയം അത് ഓക്കെ, ഞാൻ കർവ്ഡ് സർഫസ് ഏരിയ ആണോ ചോദിച്ചത്? 2 pi r square. ഓക്കെ, സ്ഫിയറിന്റെ ആണെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ 4 pi r square, വോളിയം എന്ന് പറയുന്നത് 4/3 pi r cube. അൽഫോൻസ്, ഫോർമുലാസ് ഒക്കെ എന്തിരുന്ന് പഠിക്കുക കേട്ടോ. ഓൾറൈറ്റ്, സോ നമുക്ക് ജസ്റ്റ് സെഷനിലോട്ട് പോവാം. എല്ലാരും നല്ലതുപോലെ ശ്രദ്ധിക്കുക. ഐ ബി ഗിവിംഗ് യു ദ ക്വസ്റ്റ്യൻസ് വൺ ബൈ വൺ. യു പീപ്പിൾ ആർ സപ്പോസ്ഡ് ടു സോൾവ് ഇറ്റ്. This is the very first question for you. The radii of two cylinders are in the ratio 2:3 and their heights are in the ratio 5:3. Find the ratio of their volumes. We need to write the ratio of their volumes. Volumes in the ratio. എഴുതിക്കേ, ചെയ്തേ question. 1 minute. Yes. എല്ലാരും ചെയ്യാ question and then we will discuss it over here. ആൻസർ കിട്ടിയവര്, ഞാൻ ചോദിക്കുന്ന ആൾക്കാർ മൈക്ക് ഓൺ ചെയ്ത് പറയണം കേട്ടോ. ആകെ 3 പേരെ കയറിയിട്ടുള്ളൂ. മാം, എനിക്ക് ഡൗട്ട് ഉണ്ട്. ഈ റേഡിയൈ തന്നിട്ട് ഞാൻ ഇന്നലെ ക്ലാസ്സിൽ കുറച്ച് ലേറ്റ് ആയിട്ട് കയറി. ഈ റേഡിയൈ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്? അറിയില്ലെങ്കിൽ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. ബട്ട് ഒരു ക്വസ്റ്റ്യൻ കേറാത്തത്, പക്ഷെ നമ്മൾ ഇതിന്റെ മുന്നേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടല്ലോ. ചെയ്തതാ? ഞാൻ വോളിയത്തിന്റെ റിലേറ്റഡ് അല്ല ഇത് റേഷ്യോ റിലേറ്റഡ് അല്ലേ? വോളിയത്തിന്റെ ഫോർമുല വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നലെ കുറച്ച് ലേറ്റ് ആയിട്ട് കയറി, പിന്നെ ഓക്കെ, ഞാൻ ഡിസ്കസ് ചെയ്യാം. ബിഫോർ ദാറ്റ് അൽഫോൻസ് ആൻഡ് സൈറ എനിവൺ ചെയ്യുന്നുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ ചോദിക്കുന്ന ആള് പറയണം. ഇയാൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കിട്ടുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞു. Anyone got the answer? Alphonse answer കിട്ടിയായിരുന്നോ ഇതിന്റെ? അൽഫോൻസ് for last
സൈറ ഫാത്തിമ ആൻസർ കിട്ടിയോ? ഗൗരവിന് കിട്ടിയെങ്കിൽ ചാറ്റിൽ ഇടുക, ബിക്കോസ് യുവർ മൈക്ക് ഈസ് നോട്ട് വർക്കിംഗ്. കിട്ടിയില്ല. കിട്ടിയോ? ആ കിട്ടി. എന്താ ആൻസറാ പറഞ്ഞേ? 20/24. 24 അല്ലല്ലോ. ഗൗരവിന് കിട്ടിയ ആൻസർ കറക്റ്റ് ആണ്. ജൈറയ്ക്ക് കിട്ടിയതോ? ജൈറയ്ക്ക് കിട്ടിയില്ല എന്നാണോ പറഞ്ഞത്? സോറി മാം. 27. 20:27 ആണ് ആൻസർ വരിക. അങ്കിത അറിയില്ലെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കുക. 27. 27 ആണ്. ഇയാള് 24 ആണ് ആദ്യം പറഞ്ഞത്. ഓക്കെ, അത് തിരിഞ്ഞ പറ്റി. ഞാൻ പറഞ്ഞുതരാം. റേഡിയൈ R1 ഡിവൈഡഡ് ബൈ R2 ആണ്. ഒരു മിനിറ്റ്. യെസ്, R1 ഡിവൈഡഡ് ബൈ R2 ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. എന്ത്? R1 ബൈ R2 ഈസ് ഈക്വൽ ടു 2/3 ആണ്. നമുക്ക് വേണമെങ്കിൽ R1 is equal to 2x എന്നും R2 is equal to 3x എന്നും പറയാം. Likewise H1 divided by H2 ആണ് തന്നിട്ടുള്ളത്. 5/3 ആണ്. അപ്പൊ നമുക്ക് H1 is equal to 5y എന്നും H2 is equal to 3y എന്നും എടുക്കാം for our convenience. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട റേഷ്യോ ഓഫ് ദ വോളിയം V1 divided by V2 ആണ്. അപ്പോ 1/3 ഇല്ല, അത് കോണിനാണ്. സിലിണ്ടർ ആയതുകൊണ്ട് pi r square H1 divided by pi r square H2 എന്ന് എഴുതാം. pi r1 square H1 divided by pi r2 square H2 എന്നാണ് നമുക്ക് വരിക. pi ക്യാൻസൽ ചെയ്യാം. r1 square H1 എന്ന് പറയുന്നത് 2x the whole square into H1 എത്രയാ? 5y divided by r2 square H2 എന്ന് പറയുന്നത് 3x the whole square into 3y എന്ന് വരും. yയും yയും ക്യാൻസൽ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് 4x square into 5 divided by 9x square into 3 എന്ന് വരും. x square ഉം ക്യാൻസൽ ചെയ്യുക. 4 5s are 20 divided by 3 9s are 27 ആണ്. സോ ആൻസർ വന്നിട്ട് 20:27 എന്നാണ് വരിക. അങ്കിതയ്ക്ക് മനസ്സിലായോ? ദിസ് ഇസ് ഹൗ വി ആർ സപ്പോസ്ഡ് ടു ഡു ദാറ്റ്. ഓക്കെ, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. യെസ്, എവരിവൺ ഗോട്ട് ദാറ്റ്. ഞാൻ ആൻസർ ചെയ്തു മാം. കണ്ടു ഇപ്പഴാ കണ്ടേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് the volume of a cube is 1728 centimeter cube. Length of its edge is equal to. ക്യൂബിന്റെ വോളിയം തന്നിട്ടുണ്ട്. You need to write the length of edge. യെസ്, ആദിദേവ് എപ്പോഴല്ലേ ജോയിൻ ചെയ്തത്? ആദിദേവ് കിട്ടിയായിരുന്നോ ഇതിന്റെ ആൻസർ? ഇതൊരു സിംഗിൾ സ്റ്റെപ്പിൽ കിട്ടുന്ന ആൻസർ ആണ്. സൈറ അൽഫോൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അറിയാമോ ഇതിന്റെ ആൻസർ എന്തുവാന്ന്? പറഞ്ഞേ. ഇല്ല, ചെയ്തോണ്ടിരിക്കുക. ഓക്കെ, ഒരു കാര്യം ചെയ്യ്, സൈറ പറഞ്ഞോ. സൈറ, വാട്ട് ഇസ് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ? സൈറ. ഫസ്റ്റ് എ ക്യൂബ് എന്നുള്ള ഇത് എടുത്തിട്ട് ഇസിക്വൽ ടു 178 എഴുതാം. പിന്നെ 1728 ആ v equal to a cube equal to 1728. എന്നിട്ട് പിന്നെ റൂട്ട് ആയിട്ട് 3 അങ്ങോട്ട് കൊണ്ടുപോയിട്ട് റൂട്ട് ആക്കാം. a equal to 1728 ന്റെ ക്യൂബ് റൂട്ട് ആണ്. അപ്പൊ 12 ക്യൂബ് പറയുമ്പോ 1728 അല്ലേ? ആൻസർ വന്നിട്ട് 12 ആണ്. വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The radius of a sphere is 2r, then the volume will be equal to എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ എല്ലാവരും ഒന്ന് ചെയ്തേ. അതായത് വോള്യത്തിന്റെ ഫോർമുലയിൽ you should substitute 2r instead of r and then you will be getting something. Everyone's camera are off. This is really very bad.
Tell me if you got the answer. ഞാനൊരു 2-3 minutes wait ചെയ്യാം. After that, I'll be randomly calling one person. That person should answer for this. Alright. So, Alphonse, പറഞ്ഞേ ഇതിന്റെ ആൻസർ എന്തുവാ അൽഫോൺസേ? Ma'am, 32 by 3 root r square. റൂട്ടോ? Sorry. വായിച്ച്. Pi r square, pi r square. പൈ ആർ സ്ക്വയറോ? Pi r cube, sir. ഇയാളെ കൊണ്ട് ഞാൻ ഈ ഫോർമുല മൊത്തം ഞാൻ 10 തൊട്ട് എഴുതിപ്പിക്കും. ആ, അതായത് ഞാൻ ഒരു കാര്യം ചെയ്യാം. ഒരു 18 ഫോർമുല എങ്ങാണ്ടാ തോന്നുന്നു ഇതിലെല്ലാം ഉള്ളത്. ഒരു കാര്യം ചെയ്യും, ഒരു 10 വട്ടം വെച്ച് എല്ലാം എഴുതിക്കും. ഒരു 150. ആ, അടുത്ത ക്ലാസ്സിൽ അൽഫോൺസ് ഫോർമുല പറഞ്ഞില്ലെങ്കിൽ അല്ല എനിക്ക് പെട്ടെന്ന് നോക്കിയിട്ട് പറയുമ്പോ എന്താ പെട്ടെന്ന് നോക്കുമ്പോ ഡൗട്ട് വരരുതല്ലോ. നമ്മളിപ്പോ എത്ര ക്ലാസ് ആയി? 4ാമത്തെ ക്ലാസ് ആണ് ഇന്ന്. എന്നിട്ട് ഇപ്പോഴും ഫോർമുല അറിയില്ല എന്ന് പറയുമ്പോ ലെറ്റ്സ് ഡു വൺ തിങ്. നമുക്ക് ഞാൻ ഒരു നല്ല സ്കീം പറയാം. അടുത്ത ക്ലാസ് എന്നാണോ ഡേ 3 വരുന്നത് അന്നേക്ക് ഞാൻ അൽഫോൺസിനോടായിരിക്കും എല്ലാ ഫോർമുലയും ചോദിക്കാം. അപ്പൊ അൽഫോൺസ് എനിക്ക് എല്ലാ ഫോർമുലയും പറഞ്ഞു തരണം. ഇല്ലെങ്കിൽ അൽഫോൺസ് എല്ലാം 10 തൊട്ട് എഴുതും. ഓക്കെ ആണോ? എല്ലാം ഇല്ലാതെ കുറച്ചൊക്കെ. എല്ലാം ഇല്ലാതെയോ? അത് പറ്റില്ല. അടുത്ത ഞാൻ അതിന് ഒരു എന്താ പറയാ ഇത് തരുന്നുണ്ടല്ലോ, ഒരു റിലാക്സേഷൻ തരുന്നുണ്ടല്ലോ. അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴത്തേനും പഠിച്ചാൽ മതി എല്ലാ ഫോർമുലയും. ഇത് പഠിക്കാൻ ഇത്രയും പാടാണോ? അല്ല, എന്നാലും എന്താ, കോൺഫിഡന്റ് ആയിട്ട് പറ, പഠിക്കാന്ന് പറ. അടുത്ത ക്ലാസ്സിൽ പഠിച്ചില്ലെങ്കിൽ നമുക്ക് എഴുതാം 150 വട്ടം. അങ്ങനെ പറയണ്ട അൽഫോൺസേ. ആ ഓക്കേക്ക് അത്രയ്ക്ക് ഉഷാറ് പോരാ, കുറച്ച് ഉഷാറായിട്ട് ഓക്കെ പറ. ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ എല്ലാരും കേട്ടല്ലോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ആദ്യം ഇയാള് പഠിച്ചിട്ടില്ലെങ്കിൽ 10 തൊട്ട് എഴുതും എല്ലാ ഫോർമുലയും. ഓക്കെ, റേഡിയസ് ഓഫ് ദ സ്ഫിയർ 2r ആണെങ്കിൽ വോളിയാണ് ചോദിച്ചിട്ടുള്ളത്. പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെയാ വരുന്നത്? സ്ഫിയറിന്റെ റേഡിയസ് കാണാനായിട്ട്, ഐ മീൻ വോളിയം കാണാനായിട്ട് നമ്മുടെ ഫോർമുല 4/3 പൈ ആർ ക്യൂബ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറിന്റെ സ്ഥാനത്ത് ഇവിടെ 2r കൊടുക്കുന്നു. എന്ന് വെച്ചാൽ 4/3 ഇൻറ്റു പൈ ഇൻറ്റു 2r ദി ഹോൾ ക്യൂബ് എന്ന് വരും. ഓക്കെ, സോ ദിസ് വിൽ ബി ഈക്വൽ ടു 4/3 ഇൻറ്റു പൈ ഇൻറ്റു 8r ക്യൂബ് എന്ന് വരും. എന്ന് വെച്ചാൽ 4 8s are 32 ആണ്. 32 പൈ ആർ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ആണ് ആൻസർ വരിക. ദാറ്റ് ഈസ് ഓപ്ഷൻ നമ്പർ 4. ഇത് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. വെരി ഈസി ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെ ആണെങ്കിൽ മാത്രം നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ എവറി വൺ. എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. ഓക്കെ, ലെറ്റ് മീ ഗിവ് വൺ അനദർ ക്വസ്റ്റ്യൻ ടു യു. ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് എ ക്യൂബ് ഇസ് 256 മീറ്റർ സ്ക്വയർ. വാട്ട് ഇസ് ദ വോളിയം ഓഫ് ദ ക്യൂബ്? ഒരു ക്യൂബിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ 256 മീറ്റർ സ്ക്വയർ ആണ്. ഇഫ് ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് ദ ക്യൂബ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ചെയ്തേ.
ഹലോ, അങ്കിത കിട്ടിയായിരുന്നു ആൻസർ? ഓക്കെ, ഗൗരവിന് കിട്ടിയെങ്കിൽ ചാറ്റിൽ ഇടാട്ടോ. ആദിദേവിന് കിട്ടിയായിരുന്നു ആൻസർ? ആദിദേവ് ഇല്ല ഇല്ല, ഒരു മിനിറ്റ്. ആ, ഈ 1 മിനിറ്റ് പറയുന്നവർക്കൊക്കെ ഞാൻ ഇമ്പോസിഷൻ തരും. പെട്ടെന്ന് എഴുതാം, പെട്ടെന്ന് ചെയ്യാ. ഈ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യാൻ ഇത്രയും ടൈം മതി, മോർ ദാൻ ഇനഫ് ആണ്. യെസ്, ഇതിലിപ്പോ ആൻസർ പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട്. എന്താണ് അൽഫോൻസേ? ഓക്കെ, ഗൗരവ് പറഞ്ഞതും അൽഫോൻസ് പറഞ്ഞതും ജൈറ ഫാത്തിമ പറഞ്ഞതും കറക്റ്റ് ആണ്. ബാക്കിയുള്ളവര് എത്രയും പെട്ടെന്ന് ചാറ്റിൽ ആൻസർ ഇടാം. ലൈക്ക് അങ്കിതയും ആദിദേവുമാണ് ചാറ്റിൽ ആൻസർ ഇടേണ്ടത്. അങ്കിത അത് തെറ്റാണല്ലോ. ഒരാൾ ആബ്സെന്റ് ആയിന്ന്. യെസ്, ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക. ഞാൻ പറയാതെ എങ്ങനെയാ വരുന്നേന്ന്. ഇതില് നിങ്ങൾക്ക് ലാറ്ററൽ സർഫസ് ഏരിയ ആയിട്ടുള്ള 4a² ആണ് എന്ത് തന്നിട്ടുള്ളത്? 4a² ആണ് 256 ആണെന്ന് തന്നിട്ടുള്ളത്. 4ഉം 256ഉം കട്ട് ചെയ്താൽ a² 64 ആണെന്ന് നമുക്ക് കിട്ടും. a² = 64. അങ്ങനെയാണെങ്കിൽ a = എത്ര? √64 8 മീറ്റർ എന്ന് വരും. 8 മീറ്റർ എന്നാണ് വരിക. വോള്യം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? a³ എന്നുള്ള ഫോർമുല ഉപയോഗിക്കാം. അതായത് 8³ 512 മീറ്റർ ക്യൂബ് ആണ് ആൻസർ വരിക. ഓക്കെ, അതായത് ഓപ്ഷൻ ബി. എന്താണ് അൽഫോൻസിന് ഇത് തന്നെയാണല്ലോ ആൻസർ കിട്ടിയത്? പറഞ്ഞോ. മാം, ഞാനിവിടെ ഡിവൈഡ്, അതായത് a² = 256 ബൈ ഡിവൈഡഡ് ബൈ 4 ചെയ്തു. 4. അത് കറക്റ്റ് തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഞാൻ കുറെ ജസ്റ്റ് ഇക്വേഷൻ കാണിക്കാണ്ട് എഴുതിയതാ. വെട്ടിയിട്ട് എഴുതിയാലും കുഴപ്പമില്ലല്ലോ. വെട്ടി എഴുതുന്നതിലൊന്നും അങ്ങനെ വലിയ ഇക്വേഷൻ കാണിച്ചോ? ഇനിയിപ്പോ പ്രസന്റ് ചെയ്യുമ്പോ അങ്ങനെ ചെയ്തോ. ഞാനിത് അങ്ങനെ ചെയ്തോണ്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അങ്കിതയോടാണ് ക്വസ്റ്റ്യൻ. എ ഷട്ടിൽ കോക്ക് യൂസ്ഡ് ഫോർ പ്ലേയിങ് ബാഡ്മിന്റൺ ഹാസ് ദ ഷേപ്പ് ഓഫ് കോമ്പിനേഷൻ ഓഫ് വാട്ട് ആൻഡ് വാട്ട്. നമ്മൾ കളിക്കാൻ യൂസ് ചെയ്യുന്ന ഷട്ടിൽ കോക്ക്, ഓക്കെ, അത് എന്തിന്റെയൊക്കെ കോമ്പിനേഷൻ ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പറഞ്ഞേ. ഓപ്ഷൻ ഡി അല്ലേ മാം? ഡി ആണ്. ഡി ഇസ് ദ ഓപ്ഷൻ. കാരണം എന്തുവാ? ഫ്രസ്ട്രം ഓഫ് എ കോൺ. ഇനിയിപ്പൊ അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മുന്നേ നിങ്ങളുടെ സിലബസിൽ ഈ ഫ്രസ്ട്രത്തിനെ കുറിച്ച് പഠിക്കാനുണ്ടായിരുന്നു. അപ്പൊ അതില്ല. പക്ഷെ എന്നാലും ഞാൻ പറയാം. നമ്മൾ ഈ കോൺ ഉണ്ടാവുമല്ലോ, കോണിന്റെ മുകളിലെ ഈ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടുന്ന ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ഇൻവേർട്ടഡ് ബക്കറ്റ് പോലെയുള്ള ഒരു ഷേപ്പ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രസ്ട്രം ഓഫ് എ കോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രസ്ട്രം ഓഫ് എ കോൺ. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഷട്ടിൽ കോക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പോർഷനും ഉണ്ടാവും, പിന്നെ അതിന്റെ മുകളിൽ ഇങ്ങനെ ഹെമിസ്ഫെറിക്കൽ ആയിട്ടുള്ള ഒരു പോർഷൻ ഉണ്ടാവും. സോ ആക്ച്വലി ദിസ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ഫ്രസ്ട്രം ഓഫ് എ കോൺ ആൻഡ് എ ഹെമിസ്ഫിയർ എന്ന് നമുക്ക് പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വോള്യൂം ഓഫ് എ സ്ഫിയർ ഇസ് 4851 centimeter cube. Its diameter is. വോള്യം 4851 ആണെങ്കിൽ what is the diameter here? ഡയമീറ്റർ എത്രയാണ്? ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്ന ആൾ ആൻസർ പറയാ. എല്ലാരും ചെയ്യാം. ഞാനൊരു കുറച്ച് നേരം വെയിറ്റ്
Okay, anyone got the answer? Zaira Fatima answer കിട്ടിയായിരുന്നോ ഈ ഒരു ക്വസ്റ്റ്യന്റെ? 21. 21 ആണ് കറക്റ്റ് ആൻസർ ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ അത് ചെയ്യുന്നത്? വോളിയം ഓഫ് എ സ്ഫിയർ, അതായത് 4/3 പൈ ആർ ക്യൂബ് ആണ് എന്തെന്ന് പറയുന്ന 4851 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആർ ക്യൂബ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ 4851 പൈ 22/7 ആണ്. അപ്പൊ ഇവിടെ വരുമ്പോ 7/22 ആവും. ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 22 എന്ന് വരും. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് വരും? 4821 ഇതിനെ നമുക്ക് ആക്ച്വലി 3 7s 21 4851 എന്നുള്ളത് is actually okay. Upon solving this നിങ്ങൾക്ക് കിട്ടുന്നത് r cube is equal to 21 into 21 divided by 2 into 2 into 2 എന്നായിരിക്കും. സോ r basically 21/2 ആണ്. പക്ഷെ നമുക്ക് വേണ്ട ഡയമീറ്റർ ആയതുകൊണ്ട് ഇറ്റ് is equal to 21 എന്ന് പറയാം. ദാറ്റ് is ഓപ്ഷൻ D. Okay, next. Okay, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തേ. A cylinder, a cone and a hemisphere are of equal base and have same height. Okay, same base ഉം same height ഉം radius ഉം height ഉം same ആണ്. What is the ratio of their volumes എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വോളിയംസിന്റെ റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കണം. ചെയ്ത എല്ലാരും? ഞാൻ ഒരു 2 minutes വെയിറ്റ് ചെയ്യാം. എല്ലാരും ഒന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം. യെസ്, ആദിദേവ് ആൻസർ കിട്ടിയായിരുന്നോ ഇതിന്റെ? യെസ്, അങ്കിത യു ആർ റൈറ്റ്. ആദിദേവിന് കിട്ടിയായിരുന്നോ ആൻസർ? ആദിദേവേ പറഞ്ഞേ. ആദിദേവ്, ഹലോ ആദിദേവ്, ഹാവ് യു ഗോട്ട് ദി ആൻസർ? സൈറ പറഞ്ഞതും ഗൗരവ് പറഞ്ഞതും കറക്റ്റ് ആണ്. ആദിദേവ്, ഇയാൾക്ക് റെസ്പോൺസ് ഇല്ല കേട്ടോ. പലപ്പോഴും ചോദിക്കുമ്പോ അത് പറഞ്ഞപ്പോഴാ. നിങ്ങൾക്ക് എന്തൊരു PTM ഉണ്ടായിരിക്കും. ഓക്കെ, PTM മീറ്റിംഗ്. സോ ബൈ ദ എൻഡ് ഓഫ് ദ സെഷൻ ആണ് ഉണ്ടാവുക. വേറെ കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് നമ്മുടെ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നതും കുറച്ച് ജനറൽ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. സോ ഗൗരവിനും ആദിദേവിനും അൽഫോൺസിനും ആണ് ഇന്ന് മീറ്റിംഗ് ഉണ്ടാവുക. ക്ലിയർ? അപ്പൊ 3 പേരുടെയും പാരന്റ്സ് അവൈലബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എനി 1 പാരന്റ്. ഓക്കെ, ജസ്റ്റ് നമുക്ക് കുറച്ച് കോമൺ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞു കേട്ടായിരുന്നല്ലോ, എല്ലാരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ ഓക്കെ എന്നുള്ളത്. അൽഫോൺസ്, ഗൗരവ് ആൻഡ് ആദിദേവ് 3 പേരോടാണ്.
ഹലോ, ഓക്കെ ആണ്. യെസ്, ലൈക്ക്വൈസ് അൽഫോൺസ് ആൻഡ് ആദിദേവ് ഓൾസോ. ആദിദേവ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടോ പോകുന്നുണ്ടല്ലോ. യെസ്, ഈ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? സിലിണ്ടർ, കോണ, ഹെമിസ്ഫിയർ. നിങ്ങൾ പറഞ്ഞ പോലെ ആൻസർ ഫസ്റ്റ് വൺ തന്നെയാണ് ആൻസർ വരുന്നത്. സിലിണ്ടറിന്റെ വോളിയം വന്നിട്ട് πr²h എന്ന് വരും. കോണിന്റെ ആൻസർ വന്നിട്ട് 1/3 πr²h എന്ന് വരും. ഹെമിസ്ഫിയറിന്റെ 2/3 πr³ എന്ന് വരും. അപ്പോ ഹൈറ്റ് സെയിം ആണ്. അപ്പോ റേഡിയസ് ആണെങ്കിൽ ഈക്വലും ആണ് എല്ലാ കേസസിലും. സോ ഹൈറ്റും റേഡിയസും ഇവിടെ സെയിം ആണ്. സോ നമുക്ക് 1/3 ത്രൂ ഔട്ട് നമുക്ക് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? ത്രൂ ഔട്ട് നമുക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 3 πr²h ഈസ് ടു πr²h ഈസ് ടു πr³ എന്ന് വരും. ഈ r³ r ഉം h ഉം സെയിം ആണ് ആരുടെ കേസില്? ഈ ഒരു അപ്പൊ നമുക്ക് πr²ന്റെ h, അതായത് r രണ്ടാണെങ്കിലും സെയിം തന്നെയാണ് ഈ ഒരു ഹെമിസ്ഫിയറിന്റെ കേസില്. ഓക്കെ, അപ്പൊ ഇത് ത്രൂ ഔട്ട് ക്യാൻസൽ ആയി പോവും. അപ്പൊ നമുക്ക് ഇവിടെ 2 വരും. അപ്പൊ 3:1:2 ആണ് ആൻസർ വരിക. ദാറ്റ് ഈസ് ഓപ്ഷൻ എ. ഓൾമോസ്റ്റ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ഓഫ് വോളിയംസ് ഓഫ് 2 spheres is 8:27 if r, അതായത് small r and capital R are the radii of spheres respectively, then r minus r is to r is equal to. എല്ലാരും ചെയ്ത് നോക്കുക, എന്നിട്ട് ആൻസർ പറയാം കേട്ടോ. Okay, anyone got the answer for that? ഇവിടെ ഗൗരവ് പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ് കേട്ടോ.
ആദിദേവ് അവിടെ ഇല്ല. ആദിദേവ് ഈസ് നോട്ട് റെസ്പോണ്ടിങ് ഇൻ ദ ക്ലാസ്. ഞാൻ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട്. അവിടെ ഉണ്ടായിരുന്നില്ലേ? ഞാൻ കുറച്ചു മുന്നേ വിളിച്ചായിരുന്നു, ഇയാൾക്ക് PTM ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഇല്ല അപ്പ കേട്ടായിരുന്നോ? ഉണ്ടായില്ല. ഇല്ല ഇല്ല. അപ്പൊ എവിടെ പോയിരുന്നു? ഞാൻ അടുക്കള വരെ പോയിണ്ട്. എന്തിനാ അടുക്കളയിൽ പോയത്? ക്ലാസ്സിന്റെ ഇടയിലാണോ അടുക്കളയിൽ പോകുന്നത്? അല്ല എനിക്ക് വിശക്കണം, അപ്പൊ എന്തെങ്കിലും തിന്നാൻ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി പോയത്. വേറെ വല്ലതും കിട്ടിയോ? ഇല്ല. നന്നായിപ്പോയി. ക്ലാസ്സിന്റെ ഇടയിൽ പോയോണ്ടോ ഒന്നും കിട്ടാതിരുന്നത്. ഇയാൾക്കൊന്നൊരു PTM ഉണ്ട്, അത് പറയാൻ ഇതിന്റെ ആൻസർ വേണ്ടിട്ട്. എനിക്ക് കിട്ടിയിട്ടില്ല. ഇതിന്റെ ആൻസർ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിൽ പോയ ആൻസർ കിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിൽ പോയ എങ്ങനെ ആൻസർ കിട്ടുന്നത്? ആദിദേവിന് ഇന്ന് PTM ഉണ്ട് കേട്ടോ, അത് പറയാനാ വിളിച്ചത്. ഓക്കെ ഓക്കെ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഞാനൊന്ന് ചെയ്ത് കാണിക്കാം. ഇതിൽ അങ്കിതയ്ക്ക് കിട്ടിയായിരുന്നോ? അങ്കിത ആൻസർ ഇതിന്റെ കിട്ടിയില്ല. ടു ബാഡ്. ഞാൻ കാണിക്കാം ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാ വരുന്നതെന്ന്. അപ്പൊ നമുക്ക് രണ്ട് സ്പിയേഴ്സിന്റെ വോള്യത്തിന്റെ റേഷ്യോ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ജസ്റ്റ് 4/3 പൈ r ക്യൂബ് ഡിവൈഡഡ് ബൈ 4/3 പൈ r ക്യൂബ് ആണ് ഇത് നമുക്ക് എഴുതാം. ഒന്ന് ക്യാപിറ്റൽ ആർ ഒന്ന് സ്മോൾ ആർ ഇരിക്കട്ടെ. അതിന്റെ റേഷ്യോ വന്നിട്ട് 8/27 ആണ് തന്നിട്ടുണ്ട്. 4/3 പൈയും 4/3 പൈയും ക്യാൻസൽ ആയാൽ r/r ദ ഹോൾ ക്യൂബ് ആണ് എന്ത് തന്നിട്ടുള്ളത്? 8/27 എന്ന് തന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ r/r-നെ നമുക്ക് ക്യൂബ് റൂട്ട് കണ്ടുപിടിച്ചാൽ മതി. അതായത് r/r ദ ഹോൾ ക്യൂബ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 2/3 ദ ഹോൾ ക്യൂബ് ആണ്. അപ്പൊ ഹോൾ ക്യൂബ് രണ്ടും കട്ട് ചെയ്താൽ ക്യാപിറ്റൽ R ഇസ് ഈക്വൽ ടു 2 എന്നും സ്മോൾ r ഇസ് ഈക്വൽ ടു 3 എന്നും എഴുതാൻ. ഇപ്പൊ നിങ്ങൾ തിരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്, കാരണം നമുക്ക് r - r എടുക്കുമ്പോൾ അതാണ്. വെയിറ്റ്, ജസ്റ്റ് തിരിച്ചെഴുതുന്നേ ഉള്ളൂ കേട്ടോ, വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല. സ്മോൾ r ഈക്വൽ ടു 2 ക്യാപിറ്റൽ R ഈക്വൽ ടു 3. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് r റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് r - r എത്രയാ വരുന്നത്? 3 - 2 ഈക്വൽ ടു 1 ആണ് വരുന്നത്. ആൻഡ് സ്മോൾ r 2 ആണ്. സോ റിക്വയർഡ് റേഷ്യോ എന്ന് പറയുന്നത് എന്തുവാ? റേഷ്യോ ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 2 ആണ് വരിക. അല്ലെങ്കിൽ 1:2 ആണ് അവിടുത്തെ റേഷ്യോ. ഓപ്ഷൻ എ. ചെയ്തേ. കിട്ടാത്തവരൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടിയിട്ടുള്ളത് അൽഫോൺസിന് കിട്ടിയിട്ടുണ്ട്. വേറെ സൈറയ്ക്ക് കറക്റ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഗൗരവിനും കറക്റ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. കിട്ടാത്തവരൊക്കെ ഒന്ന് റീചെക്ക് ചെയ്ത് നോക്കുക എവിടെയാണ് തെറ്റിയിട്ടുള്ളത് എന്നുള്ളത്. Yes, so I hope that much time is enough for that question. So ഞാൻ next ഒരു question കാണിക്കാം. Here comes the next question. The surface areas of two spheres are in the ratio 16:9. Then their volumes will be in the ratio എന്നുള്ളതാണ് question. Surface area, രണ്ട് സ്ഫിയറിന്റെ surface areasന്റെ ratio ആണെങ്കിൽ 16:9 ആണ്. അങ്ങനെയാണെങ്കിൽ വോള്യത്തിന്റെ റേഷ്യോ എന്താണ് എന്നുള്ളതാണ് question. ചെയ്ത് നോക്കിക്കേ. എല്ലാരും ചെയ്യാ, എന്നിട്ട് ഫൈനൽ ആൻസർ നിങ്ങൾക്ക് എന്താ വരുന്നതെന്ന് പറയാട്ടോ.
യെസ്, കറക്റ്റ് ആണ് അങ്കിത. അതുപോലെ സൈറ ഫാത്തിമ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഗൗരവ് യു ഹാവ് ടു റീചെക്ക് ഇറ്റ്. അൽഫോൺസ് ആൻസർ കിട്ടിയായിരുന്നോ ഇതിന്റെ? അൽഫോൺസ് Yes, ma'am. എത്ര ആൻസർ കിട്ടിയേ? 64/27. കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാ ഈ ആൻസർ കിട്ടുന്നത്? സർഫസ് ഏരിയാസ് ഓഫ് ടു സ്ഫിയേഴ്സ് ആർ ഇൻ ദ റേഷ്യോ 16:9 എന്നുള്ളതാണ്. അതായത് നമുക്ക് എഴുതാം 4πr1² ഡിവൈഡഡ് ബൈ 4πr2² ആണ് എന്തെന്ന് പറയുന്നത് 16/9 എന്ന് പറയുന്നത്. 4πയും 4πയും കട്ടാവും. r1/r2 ദ ഹോൾ സ്ക്വയർ ആണ് നമുക്ക് എന്ത് വരുന്നത് 4/3 ദ ഹോൾ സ്ക്വയർ വരുന്നത്. എന്ന് വെച്ചാൽ ഹോൾ സ്ക്വയറും കട്ടാവും. നമുക്ക് വരുന്ന r1 is equal to 4 എന്നും r2 is equal to 3 എന്നുമാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ v1 ഡിവൈഡഡ് ബൈ v2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് 4/3 പൈ r1³ ഡിവൈഡഡ് ബൈ 4/3 പൈ r2³ നമ്മൾ കണ്ടുപിടിക്കണം. ഇത് രണ്ടും ക്യാൻസൽ ആയി പോയാൽ 4³ ഡിവൈഡഡ് ബൈ 3³ ആണ് ആൻസർ വരിക. അതായത് 64/27 or 64:27 ആണ് ആൻസർ വരിക. എല്ലാവർക്കും ക്ലിയർ ആയോ? Hope it is clear for everyone. Almost എല്ലാവർക്കും കറക്റ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. Alright. Yes, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തേ. A right circular cone. Yes, a right circular cone of radius 3 cm has a curved surface area of 47.1 centimeters square. Find the volume of the cone എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം കേട്ടോ. Yes, Saira Fatima, what is the answer for this question? 37.68. Correct ആണ്. 37.68 ആണ് വരുന്നത്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് റൈറ്റ് സർക്കുലർ കോൺ ഓഫ് റേഡിയസ് 3 സെന്റിമീറ്റർ. അതിന്റെ r is equal to 3 സെന്റിമീറ്റർ ആണ്. CSA വന്നിട്ട് 47.1 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ വോള്യൂം ഓഫ് ദി കോൺ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം CSA എന്ന് പറയുന്നത് πRL ആണ്. ഓക്കെ, πRL ആണ് എത്ര എന്ന് പറയുന്നത് ഈ CSA ആയിട്ടുള്ള 47.1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ 22 ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു r എത്രയാ 3 ആണ്. 3 ഇൻറ്റു L ആണ് എന്തെന്ന് പറയുന്നത് 47.1. അങ്ങനെയാണെങ്കിൽ L വാല്യൂ എന്ന് പറയുന്നത് 47.1 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 22 ഇൻറ്റു 3 അതായത് 66 ആണ് വരിക. ഓക്കെ,
അപ്പോ നിങ്ങൾ ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എൽ വാല്യൂ കിട്ടും. എൽ വാല്യൂ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്ന 4.99. അതിനെ നമുക്ക് 5 ആയിട്ട് എടുക്കാം. ഓക്കെ, എൽ വാല്യൂ 5 കിട്ടി. അപ്പോ നമുക്കറിയാം ഒരു ഡൗട്ട്. പറഞ്ഞോ, എൽ സ്ക്വയർ പറഞ്ഞോ. അപ്പൊ ഈ 3.14 അല്ലേ എടുക്കണ്ടേ? ഏതെടുത്താലും കുഴപ്പമില്ല, 22/7 എടുത്താലും കുഴപ്പമില്ല, ഇതെടുത്താലും കുഴപ്പമില്ല. ഇവിടെ ഞാൻ ഓക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓൾറൈറ്റ്, 3.14 എടുത്തോ. ഇതെടുത്ത് ചെയ്തു വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. വരും. എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് 5 സ്ക്വയർ ഇസ് ഈക്വൽ ടു 3 സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. അഥവാ എച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ എന്ന് കിട്ടും. ദിസ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 25 മൈനസ് 9 16 എന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു 4 ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇത് 4 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? വോള്യം കണ്ടുപിടിക്കണം. അപ്പൊ വോള്യം എന്ന് പറയുന്നത് എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുന്നത്? വോള്യം 1/3 pi r square h വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ദിസ് ഇസ് ഈക്വൽ ടു 1/3 ഇൻറ്റു 3.14 ഇൻറ്റു r സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 വരും, ഇൻറ്റു h എന്ന് പറയുമ്പോൾ 4 വരും. 3 9 കട്ട് ചെയ്താൽ 3 എന്ന് വരും. 4 3s are 12 ആണ്. 12 ഇൻറ്റു 3.14 എന്ന് വരും. ദിസ് ഇസ് ഈക്വൽ ടു 37.68 സെന്റിമീറ്റർ ക്യൂബ് ആണ് നിങ്ങൾക്ക് ആൻസർ വരിക. ഇതൊന്ന് എഴുതി വെക്കുക എല്ലാവരും, കിട്ടാത്തവര്. ഡൗട്ട് ഉള്ളവര് ചോദിക്കാം കേട്ടോ. Okay, hope it is clear for everyone. Now we have some case study questions. So here you are given with ഈ question എല്ലാവരും നല്ലതുപോലെ ശ്രദ്ധിക്കുക. എന്നിട്ട് ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ ഇതിന്റെ ഫിഗറും കൂടെ കാണിച്ചു തരാം. ഇതില് 5 ക്വസ്റ്റ്യൻ ആണ് ബേസിക്കലി ഉള്ളത്. ഈ 5 ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടുപിടിക്കണം. Adventure camps are the perfect place for children to practice decision making for themselves without parents and teachers guiding their every move. Some students of a school reached the adventure at Sakleshpur. At the camp, the waiters served some students with a welcome drink in a cylindrical glass and some students in a hemispherical cup, whose dimensions are as shown below. Dimensions കാണിക്കുന്നത് നെക്സ്റ്റ് സ്ലൈഡിലെ ഒരു ഫിഗറിലാണ്. After that, they went for a jungle trek. The jungle trek was enjoyable but tiring. As the dusk fell, it was time to take shelter. Each group of 4 students was given a canvas of area 551 meters square. Each group had to make a conical tent to accommodate all the 4 students. Assuming that all the stitching and wasting incurred while cutting would amount to 1 meter square, the students put the tents. The radius of the tent is 7 meter. First question വന്നിട്ട് ആദ്യത്തെ 3 ക്വസ്റ്റ്യൻ മാത്രം ഇപ്പൊ നോക്കാം, ബാക്കി നമുക്ക് പിന്നെ നോക്കാം. Volume of cylindrical cup, volume of hemispherical cup, which container had more juice and by how much? ഈ 3 ക്വസ്റ്റ്യൻ ഇപ്പൊ ചെയ്യാം. അതായത് വോളിയം ഓഫ് സിലിണ്ടറിക്കൽ കപ്പ് കണ്ടുപിടിക്കണം, വോളിയം ഓഫ് ഹെമിസ്ഫെറിക്കൽ കപ്പ് കണ്ടുപിടിക്കണം, ഇത് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കണം, ആൻഡ് വിച്ച് കണ്ടെയ്നർ ഹാസ് മോർ എമൗണ്ട് ഓഫ് ദിസ് തിങ് എന്നുള്ളതും കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ ഡയമെൻഷൻസ് തന്നിട്ടുണ്ട്, എല്ലാവരും ആ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാം. എല്ലാവരും ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാം. ഫസ്റ്റ് 3 എണ്ണം ചെയ്താൽ മതി, ബാക്കി 2 എണ്ണം നമുക്ക് അത് കഴിഞ്ഞ് ഡിസ്കസ് ചെയ്യാം.
Okay. Anyone got the answer for first question? First question answer ആർക്കെങ്കിലും കിട്ടിയായിരുന്നോ? What is the volume of the cylindrical cup? 404.25. ആണ്. അത് നമുക്ക് എങ്ങനെയാ കിട്ടുന്നത്? ഇവിടെ സിലിണ്ടറിക്കൽ കപ്പിന്റെ ഡയമീറ്ററും ഹൈറ്റും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പൈ ആർ സ്ക്വയർ എച്ച് വെച്ചിട്ട് വോളിയം കണ്ടുപിടിക്കാം. എന്ന് വെച്ചാൽ 22 ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു ആർ എന്ന് പറയുമ്പോൾ 7/2 ആണ്. 7/2 ഇൻറ്റു 7/2 ഇൻറ്റു എച്ച് 10.5 ആണ് വരിക. ഇവിടെ ഒരു 7ഉം ഇവിടെ ഒരു 7ഉം കട്ടാവും. 2ഉം 22ഉം കട്ടാവും. അപ്പൊ ഇവിടെ 11 എന്ന് വരും. 77 ഇൻറ്റു 10.5 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. 404.25 സെന്റിമീറ്റർ ക്യൂബ് ആണ് ആൻസർ വരിക. നെക്സ്റ്റ്, വോളിയം ഓഫ് ഹെമിസ്ഫിയർ എത്രയാ വരുന്നത്? 25.67. അത് തെറ്റാണല്ലോ. വോളിയം ഓഫ് ഹെമിസ്ഫിയർ ആണ് ഞാൻ ചോദിച്ചത്. 25 പോയിന്റ് ആണോ വരുന്നത്? അല്ലല്ലോ. എനിവൺ ഗോട്ട് എനി അതർ ആൻസർ? വേറെ ആർക്കെങ്കിലും വേറെ ആൻസർ ഏതെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇതിൽ ആൻസർ പറയുന്ന ഒരാൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ബാക്കിയുള്ളവർക്ക് കിട്ടുന്നുണ്ടോ ഇല്ലേ ചെയ്യുന്നുണ്ടോ എന്നൊന്നും അറിയുന്നില്ല. സൈറ ഫാത്തിമയൊക്കെ ഉണ്ടോ ക്ലാസ്സില്? യെസ് മാം. കിട്ടിയായിരുന്നോ സൈറ ഫാത്തിമ സെക്കൻഡ് വണ്ണിന്റെ ആൻസർ? എനിക്ക് കിട്ടിയില്ല, എന്നോട് പറയണേ. എത്രയാ ആൻസർ വരിക? നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 2/3 പൈ ആർ ക്യൂബ് ആണ് വരിക. 2/3 ഇൻറ്റു 22 ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 7/2 ഇൻറ്റു 7/2 ഇൻറ്റു 7/2 എന്ന് വരും. ഓക്കെ, 7ഉം 7ഉം കട്ടാവും. 2ഉം 2ഉം കട്ടാവും. 2ഉം 22ഉം കട്ടാവും. 11 ഇൻറ്റു 49 ഡിവൈഡഡ് ബൈ 6 എന്നാണ് ആൻസർ വരിക. 11 ഇൻറ്റു 49/6. 89.8 എന്നാണ് കേട്ടോ ആൻസർ വരിക. 89.83. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് ഏത് വെസലിനാണ് കൂടുതൽ വോള്യം ഉള്ളത്, അല്ലെങ്കിൽ കൂടുതൽ സംഭവം കൊള്ളുന്നത് ഏതിലാണ്, ബൈ ഹൗ മച്ച് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ നമുക്കറിയാം വോള്യം ഓഫ് സിലിണ്ടറിക്കൽ കപ്പ് ഗ്രേറ്റർ ദാൻ വോള്യം ഓഫ് ഹെമിസ്ഫെറിക്കൽ ഗ്ലാസ് ആയതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? 404.25 ആണ് ഗ്രേറ്റർ ദാൻ 89.8. ബൈ ഹൗ മച്ച് എന്നുള്ള ക്വസ്റ്റ്യന് നമ്മൾ ഇതിന്റെ ഡിഫറൻസ് കാണാം. 404.25 മൈനസ് 89.8 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? എത്രയാ നിങ്ങൾക്ക് ഡിഫറൻസ് വരുന്നേ പറഞ്ഞേ? ആർക്കെങ്കിലും കിട്ടിയായിരുന്നോ ഡിഫറൻസ് എത്രയാണ്? 314.42. 314.42. അത്രയും സെന്റിമീറ്റർ ക്യൂബ് ആണ് വരുന്നത്. വെരി ഗുഡ്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ എവറി വൺ. കിട്ടാത്തവര് അത് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഹൈറ്റ് ഓഫ് ദ കോണിക്കൽ ടെന്റ് പ്രിപ്പയർഡ് ടു അക്കോമഡേറ്റ് 4 സ്റ്റുഡൻസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 4 കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ടെന്റിന്റെ ഹൈറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാവരും ആ ക്വസ്റ്റ്യൻ ഒന്ന് അറ്റൻഡ് ചെയ്യാം.
Anyone got the answer? Ankita, that's wrong. What about others? ആർക്കെങ്കിലും കിട്ടിയായിരുന്നോ അതിന്റെ ആൻസർ? തേർഡ് വണ്ണിന്റെ കിട്ടിയായിരുന്നോ? ആർക്കും കിട്ടിയില്ല? കിട്ടിയില്ല. അതിലെന്താണ് നോക്കുക. നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഒരു ടെന്റ് ഉണ്ടാക്കാനായിട്ട് കൊടുത്തിട്ടുള്ള ക്യാൻവാസിന്റെ ഏരിയ എന്ന് പറയുന്നത് 551 മീറ്റർ സ്ക്വയർ ആണെന്ന് തന്നിട്ടുണ്ട്. അതില് വേസ്റ്റേജ് ഒക്കെ കൂടെ ആയിട്ട് ഒരു മീറ്റർ സ്ക്വയർ പോകുന്നുണ്ട്. സോ ആക്ച്വലി അവിടുത്തെ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ ടെന്റ് എന്ന് പറയുന്ന അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ടെന്റ് ഉണ്ടാക്കാനായിട്ട് പ്രൊവൈഡ് ചെയ്ത മെറ്റീരിയലിന്റെ ഏരിയക്ക് ഈക്വൽ ആണ്. അതായത് നമുക്ക് പറയാം 550ക്ക് ഈക്വൽ ആണെന്ന്. അപ്പൊ ടെന്റ് കോണിക്കൽ ഷേപ്പിലാണ്. അപ്പൊ ഇത് എന്തിന് ഈക്വൽ ആയിരിക്കും? പൈആർഎല്ലിന് ഈക്വൽ ആയിരിക്കും. ഈ പൈആർഎൽ ആണ് 550. പൈആർഎൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 22 ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു R 7 ആണ്. ദാറ്റ് ഇൻറ്റു L എന്ന് പറയുന്നത് 550 ആണെന്ന് എഴുതാം. 7ഉം 7ഉം കട്ട് ചെയ്യാം. 22ഉം 550യും കട്ട് ചെയ്യാം. ഇവിടെ 2 എന്ന് വരും, ഇവിടെ 5 എന്ന് വരും. അപ്പൊ 50/2 എത്രയാ? L എന്ന് പറയുന്നത് 25 മീറ്റർ ആണ് വരിക. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൈറ്റ് ഓഫ് ദ കോണിക്കൽ ടെന്റ് ആണ്. ഇവിടെ നമുക്ക് L എത്രയാന്ന് കിട്ടി? 25 മീറ്റർ ആണെന്ന് കിട്ടി. R ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 7 മീറ്റർ ആണെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ Hന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എഴുതാം h square is equal to square root of L square minus R square എന്ന് എഴുതാം. This is equal to square root of 25ന്റെ സ്ക്വയർ 625 ആണ്, minus 49 എന്ന് വരും. This is equal to what? This is equal to square root of 576 ആണ്, which is equal to 24 meter. അപ്പൊ ഇതിന്റെ ആൻസർ വന്നിട്ട് 24 മീറ്റർ ആണ്. ഓക്കെ, ഈ 4 സ്റ്റുഡൻസിനെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ടുള്ള കോണിക്കൽ ടെന്റിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 24 മീറ്റർ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നില്ലായിരിക്കും. ഒരു കാര്യം ചെയ്യും, ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി അവസാനിപ്പിക്കുക. ഇത് കഴിഞ്ഞാൽ ഞാൻ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. Yes, I hope almost everyone got the answer for this, got the idea about this. In a last question, നോക്കാം. How much space on the ground is occupied by each student in the conical tent? അപ്പൊ നമുക്കുള്ളത് ഒരു കോണിക്കൽ ടെന്റ് ആണ്. അപ്പൊ കോണിക്കൽ ടെന്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, അതിന്റെ ബേസ് ഒരു സർക്കിൾ ആയിരിക്കും. അപ്പോ 4 സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഒരു കോണിക്കൽ ടെന്റ് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ബേസിൽ ഓരോരുത്തരും ഓക്യുപ്പൈ ചെയ്യുന്ന സ്പേസ് എത്രയാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ടോട്ടൽ ബേസ് ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഈ ലാസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ടോട്ടൽ ബേസ് ഏരിയ ബൈ 4 ആണ് വരിക. അപ്പോ ടോട്ടൽ ബേസ് ഏരിയ ഞാൻ പറഞ്ഞത് ഒരു സർക്കിൾ ആണ്. സോ നമ്മൾ ചെയ്യേണ്ടത് 22 ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു പൈ ആർ സ്ക്വയർ ആണല്ലോ. സോ 7 സ്ക്വയർ എന്ന് വരും. 7ഉം 7ഉം കട്ട് ആവും.
that divided by 4 എന്ന് വരും. അതായത് 154 by 4 ആണ് വരിക. 38.5 മീറ്റർ സ്ക്വയർ ആണ് നിങ്ങളുടെ എന്ത് വരിക, ഫൈനൽ ആൻസർ വരിക. ഇത് ക്ലിയർ ആണോ എല്ലാവർക്കും? എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളത് ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതില്? ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ എവ്രി വൺ. ആർക്കും സ്വന്തമായിട്ട് കിട്ടിയതായിട്ടാണ്. ജൈറ ഫാത്തിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്, വേറെ ആർക്കും സ്വന്തമായിട്ട് ആൻസർ കിട്ടിയിട്ടില്ല. ബട്ട് സ്റ്റിൽ ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ നൗ. കിട്ടിയോ? ഓക്കെ ഓക്കെ, then that's it, good. We can move on to the next question now. ഇതാണ് നിങ്ങളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. Again ഇവിടെ ഒരു കേസ് സ്റ്റഡി ആണ് വരുന്നത്. And the question is like, the Great Stupa at Sanchi is one of the oldest stone structures in India and an important monument of Indian architecture. It was originally commissioned by the Emperor Ashoka in 3rd century BCE. Its nucleus was a simple hemispherical brick structure built over the relics of Buddha. It is a perfect example of combination of solid figures. A big hemispherical dome with a cuboidal structure mounted on it. You can take the pi 22/7 over here and calculate the volume of the hemispherical dome if the height of the dome is 21 meter. അതായത് ഒരു ഡോമിന്റെ ഹൈറ്റ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് is its what? Radius itself. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹെമിസ്ഫെറിക്കൽ ഡോമിന്റെ എന്ത് കണ്ടുപിടിക്കണം? വോളിയം കണ്ടുപിടിക്കണം. 2/3 പൈ ആർ ക്യൂബ് വെച്ച് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. നെക്സ്റ്റ് ഫോർമുല ടു ഫൈൻഡ് ദ വോളിയം ഓഫ് ദ സ്ഫിയർ ആണ് ചോദിച്ചിട്ടുള്ളത്. വിത്തൗട്ട് ഡൗട്ട് നമുക്ക് പറയാം, അതിന്റെ ഫോർമുല നമുക്ക് അറിയാം. നെക്സ്റ്റ്, the cloth required to cover the hemispherical dome if the radius of its base is 14 meter. ആ ഹെമിസ്ഫെറിക്കൽ ഡോമിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് അതിനെ മൊത്തത്തിൽ കവർ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ക്ലോത്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. And next question, total surface area of the combined figure, അതായത് ആ ഹെമിസ്ഫെറിക്കൽ ഡോമിന്റെയും താഴെ ഉണ്ടാവുന്ന ക്യൂബോയിഡൽ ഷേപ്പ്, ആ ക്യൂബോയിഡൽ ഷേപ്പിന്റെ ഡയമെൻഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ കമ്പൈൻഡ് ടോട്ടൽ സർഫസ് ഏരിയ. പിന്നെ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വോളിയം ഓഫ് ദ ക്യൂബോയിഡൽ ഷേപ്ഡ് ടോപ്പ് വിത്ത് ഡയമെൻഷൻസ് മെൻഷൻഡ് ഇൻ ദ ക്വസ്റ്റ്യൻ നമ്പർ 4. അതിന്റെ ക്യൂബോയിഡിന്റെ വോളിയം കണ്ടുപിടിക്കണം. 1 by 1 ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്തേ. ആദ്യം ഫസ്റ്റ് വൺ ചെയ്യാം.
Okay, let's do the first question. Gaurav പറഞ്ഞ answer correct ആണ് and Alphonse പറഞ്ഞ answer correct ആണ്. Zaira പറഞ്ഞ answer correct ആണ്. For the first question. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ഓഫ് ഹെമിസ്ഫെറിക്കൽ ഡോം ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് വോളിയം കണ്ടുപിടിക്കാനായിട്ട് 2/3 പൈ ആർ ക്യൂബ് വെച്ച് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. അതായത് 2/3 ഇൻറ്റു 22 ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 21 ഇൻറ്റു 21 ഇൻറ്റു 21 വരും. ഓക്കെ, അപ്പൊ 7ഉം 21ഉം കട്ടായി പോകും. ഇവിടെ എത്ര വരും? 3 വരും. ഈ 3യും കട്ടായി പോകും. 2 ഇൻറ്റു 22 44 ആണ്. 44 ഇൻറ്റു 441 എന്ന് വരും. This is equal to 19,404 meter cube ആണ് നിങ്ങളുടെ എന്ത് വരിക? ആൻസർ വരിക. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അങ്കിത പറഞ്ഞേ, വാട്ട് ഇസ് ദ ഫോർമുല ഫോർ ഫൈൻഡിങ് ദ വോളിയം ഓഫ് എ സ്ഫിയർ? സ്ഫിയറിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല. സ്ഫിയറിന്റെ അല്ലേ മാം? സ്ഫിയറിന്റെ വോളിയം ഞാൻ ആ സ്ഫിയറിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തുവാ? 4/3 പൈ ആർ ക്യൂബ്. 4/3 പൈ ആർ ക്യൂബ് ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണത്. 4/3 പൈ ആർ ക്യൂബ് ആണ് ആൻസർ വരിക. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയി, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയി. തേർഡ് ക്വസ്റ്റ്യൻ വന്നിട്ട് ക്ലോത്ത് റിക്വയർഡ് ടു കവർ ദ ഹെമിസ്ഫെറിക്കൽ ഡോം ഇഫ് ദ റേഡിയസ് ഓഫ് ഇറ്റ്സ് ബേസ് ഇസ് 14 മീറ്റർ. റേഡിയസ് ഓഫ് ബേസ് 14 മീറ്റർ ആണെങ്കിൽ എന്തോരം ക്ലോത്ത് ആണ് അതിന്റെ ബേസ് കവർ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോ തേർഡ് ക്വസ്റ്റ്യന്റെ ആൻസർ വന്നിട്ട് ഇതിന്റെ CSA ആണ് വരിക. അപ്പൊ CSA എന്ന് പറയുന്നത് 2πr² ആണ്. Ma'am, 5749.33 ആണോ? അല്ല, 14 അല്ലേ റേഡിയസിന്റെ ഓഫ് ദ ബേസ് വന്നിട്ടുള്ളത് ഈ കേസിൽ ചെയ്യാനായിട്ട്. സോ 2 ഇൻറ്റു 22 ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 14 ഇൻറ്റു 14 എന്നാ വരിക. 7ഉം 14ഉം ക്യാൻസൽ ആയ ഇവിടെ 2 വരും. 2 ഇൻറ്റു 22 44 ആണ്. 44 ഇൻറ്റു 28 എന്ന് വരും. അതായത് 1232 മീറ്റർ സ്ക്വയർ ആണ് എന്ത് വരുന്നത്? ക്ലോത്ത് റിക്വയർഡ് ടു കവർ ദ ഹെമിസ്ഫെറിക്കൽ ഡോം ഇഫ് ദ റേഡിയസ് ഓഫ് ദ ബേസ് ഇസ് 14 മീറ്റർ വരുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞായിരുന്നോ? ഈ ഒരു 3 ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാനൊരു 2 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം ബാക്കി 2 ക്വസ്റ്റ്യൻ. Okay, hope you have noted these 3 questions. നമുക്ക് ലാസ്റ്റ്
രണ്ട് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പൊ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കമ്പൈൻഡ് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫെറിക്കൽ ഡോമും അതുപോലെ തന്നെ ക്യൂബോയിഡും ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അവിടുത്തെ ടോട്ടൽ സർഫസ് ഏരിയ കാണാനായിട്ട് നമ്മൾ CSA ഓഫ് ഹെമിസ്ഫിയർ പ്ലസ് എന്ത് ചെയ്യണം, TSA ഓഫ് ക്യൂബോയിഡ് പ്ലസ് TSA ഓഫ് ക്യൂബോയിഡ് മൈനസ് ബേസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ ചെയ്യണം. ബേസ് ഏരിയ ഓഫ് ക്യൂബോയിഡ് റെസ്റ്റിംഗ് ഓൺ ദ ഡോം ആണ് ചെയ്യേണ്ടത്. ഓക്കെ, മൈനസ് ബേസ് ഏരിയ ഓഫ് ക്യൂബോയിഡ് ചെയ്യണം. അപ്പൊ ഇത് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് 2πr² പ്ലസ് 2 ഇൻറ്റു LB പ്ലസ് BH പ്ലസ് LH മൈനസ് LB എന്നാണ് വരിക. ഓക്കെ, അപ്പൊ ഇത് ചെയ്യുമ്പോൾ CSA ഓഫ് ഹെമിസ്ഫിയർ ഓൾറെഡി 1232 ആണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കത് 160 ആണ് ടോട്ടൽ കിട്ടുക. സോ ദിസ് ഇസ് ഈക്വൽ ടു 1392 മീറ്റർ സ്ക്വയർ ആണ് എന്ത് വരുന്നത്. ഫൈനലി അവിടുത്തെ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് കമ്പൈൻഡ് ഫിഗർ, അതായത് ആ ഹെമിസ്ഫെറിക്കൽ ഡോം, അതിന്റെ മുകളിലുള്ള ക്യൂബോയിഡ് ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേ. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കുക. വോളിയം ഓഫ് ദ ക്യൂബോയിഡൽ ഷേപ്ഡ് ടോപ്പ് വിത്ത് ഡയമെൻഷൻസ് മെൻഷൻഡ് ഇൻ ദ ക്വസ്റ്റ്യൻ 4. ക്യൂബോയിഡിന്റെ ഡയമെൻഷൻസ് 8/6/4 ആണ് തന്നിട്ടുണ്ട്, LBH. അപ്പൊ അതിന്റെ വോളിയം കണ്ടുപിടിക്കണം. ചെയ്ത് നോക്കിക്കേ. ഓക്കെ, സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആർക്കെങ്കിലും ആൻസർ കിട്ടിയായിരുന്നോ? ലാസ്റ്റ് ക്വസ്റ്റ്യന്റെ യെസ്, ഓൾമോസ്റ്റ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. 192 ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നമ്മൾ എങ്ങനെയാ ലാസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ കാണുന്നത്? അതായത് വോള്യത്തിന്റെ ഡയമെൻഷൻസ് തന്നിട്ടുണ്ട്. നമുക്കറിയാം വോള്യം ഓഫ് എ ക്യൂബോയിഡ് നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? വോള്യം ഓഫ് ക്യൂബോയിഡ് എന്ന് പറയുന്നത് LBH എന്നുള്ള ഫോർമുല വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അതായത് 8 × 6 × 4 എന്ന് പറയും. ഓക്കെ, 48 × 4 192 മീറ്റർ ക്യൂബ് ആണ് നമുക്ക് വരുന്നത്. ക്ലിയർ? യെസ്. അപ്പൊ എല്ലാരും ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസിലോ കോൺസെപ്റ്റ്സിലോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇല്ലാന്നാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ആൾക്കാർ, അൽഫോൺസ്, അതുപോലെ ഗൗരവ്, ആദിദേവ്, ഈ 3 പേർക്കും PTM ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഈ 3 പേര് എന്തായാലും സ്റ്റേ ബാക്ക് ചെയ്യണം വിത്ത് യുവർ പാരന്റ്സ്.
എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ഓർ പറഞ്ഞതൊക്കെ ഓക്കെ ആണോ? എല്ലാം ക്ലിയർ ആണോ? അത് പറഞ്ഞപ്പോഴത്തേക്ക് സൈറ ലീവായി പോയോ? ഓക്കെ ആണ് മിസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഷുവർ? യെസ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ബൈ മിസ്. വെയിറ്റ് ലെറ്റ് മീ പോട്ടെ. നിക്ക്. ഐ മീൻ ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഇനിയിപ്പോ നിങ്ങൾക്ക് വരുന്നത് ഡേ 3 കോൺസെപ്റ്റും അത് കഴിഞ്ഞാൽ ഡേ 3 വർക്കൗട്ടും ആണ്. ഡേ 3 വർക്കൗട്ടിന്റെ അന്ന് നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും? ഒരു റിട്ടൺ എക്സാം ഉണ്ടായിരിക്കും. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴത്തേക്കും തന്നെ എനിക്കറിയില്ല ഇനിയിപ്പോ എന്നാ നിങ്ങളുടെ നെക്സ്റ്റ് ക്ലാസ് വരിക എന്നുള്ളത്. സോ വെനെവർ ഇറ്റ് ഈസ്, എപ്പോഴാണോ വരുന്നത് അപ്പോഴത്തേക്കും നിങ്ങൾ എന്ത് ചെയ്യണം? നല്ലതുപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ച് കോൺസെപ്റ്റ്സ് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് വേണം വരാനായിട്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഡൗട്ടും കൊണ്ടുവരിക. അപ്പൊ നമുക്ക് എന്താന്ന് വെച്ചാൽ അത് ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റും. Clear? Okay. Okay then Ankita, you can leave. Bye. See you in the next class and good night. താങ്ക് യു മിസ്. ഗുഡ് നൈറ്റ്. Okay, good night. Okay, ബാക്കി 3 പേരും പാരന്റ്സിനെ ഒന്ന് വിളിച്ചേ. മാം ഉം. എന്റെ അമ്മ ഇപ്പൊ ജസ്റ്റ് കുളിക്കാൻ കയറിയത്. ഞാൻ അമ്മയോട് പറഞ്ഞു പക്ഷെ അമ്മ കേട്ടു. അൽഫോൻസ് മറ്റേ ഞാൻ സത്യമായിട്ടാ പറഞ്ഞു. ഇങ്ങനെ മെല്ലെ ഞാൻ സത്യമായിട്ട് പറഞ്ഞു. ഫ്ലഫിയാണ് സത്യം. ഞാൻ ഇങ്ങനെ പറഞ്ഞാണ്. അപ്പൊ പിന്നെ അവര് ഞാൻ കേൾക്കത്തില്ലല്ലോ. പോയി പറഞ്ഞു അമ്മ ഇപ്പോഴും അവിടെ കേറിയത്. ഇറങ്ങി അമ്മ. ഓക്കെ, ഗൗരവ് ആൻഡ് ആദിദേവ്. ഒരാള് മുങ്ങിയേ, അത് പറയാൻ വിട്ടു. അതാരാ മുങ്ങിയ ആളാരായിരുന്നു? ഞങ്ങള് 3 പേരുണ്ട്. 3 പേരുണ്ടല്ലോ ഇവിടെ. ആദിദേവ്, ഗൗരവ്, അൽഫോൻസ്. ഈ 3 പേരും ആദിദേവനും ഗൗരവനും ഇപ്പോഴും റെസ്പോൺസ് ഇല്ല. നിങ്ങൾ അവിടെ ഉണ്ടോ? പാരന്റ്സ് ഉണ്ടെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഞാൻ ഉണ്ടോ? ഹലോ ഹലോ, അൽഫോൺസിന്റെ മമ്മി വന്നേ. ഓക്കെ. ഞാനൊരു ഈ 3 പേരുടെയും ഗൗരവിന്റെ പാരന്റ് ഉണ്ട്, ആദിദേവിന്റെ പാരന്റ് ഉണ്ട് അവിടെ? ഉണ്ട്. അപ്പൊ എനിക്ക് 3 പേരുടെ ഒരു കോമൺ കാര്യം അഡ്രസ് ചെയ്യാനാണ്. ഇവർക്ക് 3 പേരുടെ ക്യാമറ വർക്കിംഗ് അല്ല. ഞാനിത് പറയാൻ തുടങ്ങിയിട്ട് ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്നാണോ ഇവർക്ക് ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് അന്ന് മുതൽ ഞാൻ പറയുവാണ് 3 പേരുടെ ക്യാമറ വർക്കിംഗ് അല്ല. അത് ഞാനിപ്പോഴാണ് അറിയണേ. ക്യാമറ ഉള്ളതൊക്കെയാണ് അവന് വെച്ചു കൊടുത്തേക്കണേ. ആണോ? അപ്പൊ ആ ക്യാമറയ്ക്ക് എന്തോ സെറ്റിംഗ്സിൽ എന്തോ പ്രശ്നമുണ്ട്. അപ്പൊ ഞാനാണെങ്കിൽ ഇത് ഡെയിലി ഇവരോട് പറയുവാണ് ഇവരുടെ ക്യാമറയ്ക്ക് പ്രശ്നമുണ്ട്, അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ശരിയാക്കി കൊണ്ടുവരണം ഞാൻ പറയാറുണ്ട്. ക്യാമറയ്ക്ക് അതെനിക്ക് തോന്നിയായിരുന്നു. അതാണ് ഞാൻ പിന്നെ മീറ്റിംഗ് വെക്കുമ്പോ ഇന്നിങ്ങനെ പറയാന്ന് ഉദ്ദേശിച്ചത്. അതുപോലെ ക്യാമറയ്ക്ക് പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഒരു ലാപ്ടോപ്പ് ശരിയാക്കി കൊണ്ടുവന്നു. എന്നിട്ട് അവൻ അതിൽ കയറല്ലേ, അതിൽ ക്രോം ഇല്ല എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എന്റെ മൊബൈൽ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഒരു ആവശ്യത്തിന് എന്തെങ്കിലും വിളിക്കണമെങ്കിൽ ഇപ്പൊ മൊബൈലില്ല. ഓക്കെ. അപ്പൊ എന്തായാലും ഞാൻ 3 പേരോട് ഞാനത് പാരന്റ്സ് അറിഞ്ഞിട്ടുണ്ടോ ഇല്ലേന്ന് എനിക്കറിയില്ല. അപ്പൊ ചിലര് വേണമെന്ന് വെച്ച് ക്യാമറ ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് വെക്കുന്നവരുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ വല്ല റെസ്പോൺസ് ഒക്കെ ഉണ്ട്. ഈ 3 പേരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്താന്ന് വെച്ചാ ക്യാമറ ഓൺ അല്ല. മൈക്ക് ഈ ഗൗരവിന്റെ കേസിലാണെങ്കിൽ മൈക്കും ഓൺ അല്ല. അപ്പൊ എന്തേലും ചോദിക്കുകയോ പറയുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇവര് അവിടെ തന്നെ ഇരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇവര് എണീറ്റ് പോയിട്ടുണ്ടോ. നേരത്തെ തന്നെ ഒരു ഇഷ്യൂ ഉണ്ടായി. ആദിദേവിന്റെ ഞാൻ കുറെ വിളിച്ചപ്പോ ആദിദേവ് ഇല്ല. എന്നിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോ ചോദിച്ചപ്പോ ഞാൻ അടുക്കളയിൽ പോയിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കിത് അറിയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ക്യാമറ ഉണ്ടെങ്കിൽ ഞാൻ ഇയാൾ എവിടെ പോയെന്ന് ചോദിക്കും. അവൻ അടുക്കളയ്ക്ക് വരുന്നത് ഞാൻ കണ്ടു. അല്ല, ഞാൻ കണ്ടില്ല, ഞാൻ ഒച്ച കേട്ടു അവൻ ഇവിടെ വന്ന് വർത്താനം പറയാതെ. യെസ്. അപ്പൊ അതാണ് ക്ലാസ്സിന്റെ ഇടയിൽ, അതായത് ഇവര് പഠിക്കുന്നുണ്ട്. ഓക്കെ ഗൗരവ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറയുന്ന കോമൺ ഒരു ഇഷ്യൂ ആണ്. ഈ 3 പേരുടെയും ക്യാമറ ഓൺ അല്ല. അപ്പൊ ഞാൻ എന്നും പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോഴത്തേക്കും ക്യാമറ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിട്ടേ 3 ആളോടും കൂടി ഇടയ്ക്ക് പോകുമ്പോ മാം ഏത് സബ്ജക്ട് എടുക്കണേ? ഞാൻ മാത്സ് എടുക്കുന്നത്. മാത്സ് ആണ് അവനൊന്നും അറിയാത്തത്. മീൻസ് എനിക്ക് പഠിക്കുന്ന കേസിൽ 3 പേര് റെസ്പോൺസ് ഒക്കെ ഉണ്ട്. പക്ഷെ എല്ലാരും എന്താന്ന് വെച്ചാൽ ഇപ്പൊ ചില സമയത്ത് വിളിച്ചാൽ ഒരു റെസ്പോൺസ്, പ്രത്യേകിച്ച് ആദിദേവിന്റെ കേസിൽ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഗൗരവാന്ന് തോന്നുക. എന്താന്ന് വെച്ചാൽ നമ്മൾ വിളിക്കുമ്പോ ചിലപ്പോ ഇവര് കേൾക്കുന്നില്ല. അപ്പൊ ഇവരുണ്ടോ ഇല്ലേന്ന് പഠിക്കാൻ വേണ്ടിട്ടാണ് ഈ ട്യൂഷന് ചേർന്നത് തന്നെ. ഓക്കെ, ക്യാമറയുടെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പഠിക്കുന്നൊക്കെ ഉണ്ടോ, കുഴപ്പമൊന്നുമില്ല.
ക്യാമറയുടെ കാര്യം 3 പേരോട് എനിക്ക് അതന്നെ അല്ല പറയാനുള്ളത്. ഞാൻ ഇടയ്ക്ക് വരുമ്പോ ക്യാമറ ഓൺ ആക്കി ഇരിക്കുന്നത് കാണാറുണ്ട്. പക്ഷെ ഇങ്ങനെ മാത്സിൽ ക്ലാസ്സിൽ ഓഫ് ആക്കി ഇരിക്കാന്ന് എനിക്ക് അറിയണ്ടായില്ല. ഓക്കെ ഇടയിൽ ഞാൻ വന്ന് നോക്കാറുണ്ട്. അപ്പൊ ചിലപ്പോ ക്യാമറ ഓൺ ആക്കി ഇരിക്കുന്ന കാണാറുണ്ട്. അപ്പൊ പിള്ളേര് താഴെയുള്ള പിള്ളേര് വന്നാ പോടാന്ന് പറഞ്ഞ് ഓടിപ്പിക്കുന്ന കാണാം. ഓക്കെ. അപ്പൊ ഞാൻ എന്തായാലും ഇതൊന്ന് നോക്കൂ, എന്താന്ന് വെച്ചാൽ ക്ലിയർ ചെയ്യാനായിട്ടേ. കാരണം ഇനിയിപ്പോ എക്സാമും ഒക്കെ വരുന്നുണ്ട്, അപ്പോഴും നമുക്ക് ക്യാമറ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ചിലപ്പോ മാത്സിന് ക്ലാസ് അവന് എന്തോ കുറെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ചോദിക്കാൻ പറയാറുണ്ട്. ചോദിച്ചോന്ന് എനിക്കറിയില്ല. ഈ ക്ലാസ്സിന്റെ ഓക്കെ ഗൗരവ്, നോ പ്രോബ്ലം. അതൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ. യെസ്. അപ്പൊ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. ഡൗട്ട് ഒക്കെ ചോദിച്ച് ക്ലിയർ ചെയ്തിട്ട് തന്നെ പോണം. അല്ല അവൻ ചോദിക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. അവൻ എന്നോട് വന്ന് ചോദിക്കാറുണ്ട് ഓരോന്ന്. ഓക്കെ. അപ്പൊ ക്ലാസ് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, ഞാൻ ചോദിക്കുന്നതിന് ആൻസർ ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ ചിലപ്പോ ഈ ഒരു ഇഷ്യൂ ആണ് എനിക്ക് കോമൺ ആയിട്ട് 3 പേരോട് പറയാനുണ്ടായിരുന്നത്. അതാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചത്. വേറെ അങ്ങനെ പഠിക്കുന്നില്ല അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ആസ് ഓഫ് നൗ. ഓക്കെ മാം, താങ്ക് യു എവരിവൺ. ഓക്കെ താങ്ക് യു. ഓക്കെ ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് ലീവ് ചെയ്യാലോ അല്ലേ? ലീവ് ചെയ്തോളൂ. ബൈ. ഓക്കെ, താങ്ക് യു വൺസ് അഗെയിൻ. ഇവിടെ ക്യാമറയ്ക്ക് കുഴപ്പമൊന്നുമില്ല മാഡം. ഞാൻ ഇത്രയും നേരം ഈ അൽഫോൺസിന്റെ അടുത്ത് ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ പറഞ്ഞിട്ട്, ഇത് 4ാമത്തെ ക്ലാസ്സാണ്. ഞാൻ ഇവർക്ക് സർഫസ് ഏരിയ എടുക്കുന്ന 4ാമത്തെ ക്ലാസ് ആണിത്. ഞാൻ എല്ലാ ക്ലാസ്സിലും വന്ന് ക്യാമറ ഓൺ ചെയ്യുക, ക്യാമറയ്ക്ക് എന്താ ഇഷ്യൂ. അതായത് ഈ ക്ലാസ്സിലാണെങ്കിൽ ഇപ്പൊ ഈ കാണിച്ച 3 പേര് ക്യാമറ ഓൺ ചെയ്യുക, ഈ 3 പേർക്കാണ് ക്യാമറ ഇല്ലാത്തത്. അപ്പൊ ഞാനിത് ഡെയിലി ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ വിചാരിച്ചു ഇവർക്ക് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഇപ്പൊ പൊട്ടിപ്പോയത് അങ്ങനത്തെ എന്തെങ്കിലും ആണെന്നാ വിചാരിച്ചു. അൽഫോൻസിന് ഒരു കാര്യം ഞാൻ എന്തായാലും പറയാൻ വന്ന ഒന്നുകൂടെ പറയട്ടെ. ആ 18 ഫോർമുല ഒരു 10 വട്ടം എഴുതിക്കോട്ടോ. ഇത്രയും ഒപ്പിച്ചു വെച്ചല്ലേ, അതൊരു 10 വട്ടം എഴുതിക്കോ മാം. ഞാനൊരു 10 കുറച്ച് ഫോർമുല, ഈ ചാപ്റ്ററിലെ എല്ലാ ഫോർമുലയും ഒരു 10 വട്ടം നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് എഴുതിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അത് ആളോട് ഈ ക്ലാസ്സിൽ തന്നെ എഴുതിക്കോട്ടോ. ഇനി നെക്സ്റ്റ് ക്ലാസ് ഇല്ല, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴത്തേക്ക് എഴുതിയിട്ട് വന്നാൽ മതി. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്ലാസ് എന്നാ, എപ്പോഴാ? ഇനി നെക്സ്റ്റ് ക്ലാസ് നെക്സ്റ്റ് വീക്ക് ആയിരിക്കും. ടൈം ടേബിൾ അവർക്ക് ഷെയർ ചെയ്യാം. അപ്പൊ എന്തായാലും 10 വട്ടം എഴുതുന്നോന്ന് നോക്കണേ. ഒരു 10-18 ഫോർമുല ഉണ്ട്. 18 ഫോർമുല 10 പ്രാവശ്യം വെച്ച് എഴുതണം അല്ലേ? 10 പ്രാവശ്യം വെച്ച് എഴുതണം. ക്ലാസ് ടീച്ചറിനെ അയച്ചു കൊടുത്താൽ മതി. മാം വഴി ഞാൻ നോക്കിക്കോളാം. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ.